എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. ജെഎൻയുവിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഭീകരവാദ ബന്ധമെന്ന് രാജ്നാഥ് സിംഗ്. ദേശവിരുദ്ധർക്കെതിരെ വിട്ടുവീഴ്ചയില്ല. രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം. രാജ്നാഥ് സിംഗ് സംസാരിക്കുന്നത് വ്യാജ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയെന്ന് സീതാറാം യെച്ചൂരി. ദില്ലിയിൽ CPIM ആസ്ഥാനമായ AKG ഭവൻ ആക്രമിച്ചു. ABVPയുടെ പേരിൽ പോസ്റ്റർ പതിച്ചു. മലയാളത്തിന്റെ കാവ്യകുലപതിക്ക് നാടിന്റെ പ്രണാമം. BJT ഹാളിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങൾ. സംസ്കാരം നാളെ ശാന്തി കവാടത്തിൽ. മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. പ്രമുഖ ഛായാഗ്രാഹകൻ ആനന്ദക്കുട്ടൻ അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. PP മുകുന്ദനെയും K രാമൻപിള്ളയെയും സ്വാഗതം ചെയ്ത് കുമ്മനം രാജശേഖരൻ. പാർട്ടിയിലേക്ക് മടങ്ങിയെത്തണമെന്നാവശ്യപ്പെട്ടു. നിലപാട് സ്വാഗതാർഹമെന്ന് PP മുകുന്ദൻ. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അടുത്ത മാസം. കതിരൂർ മനോജ് വധക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന P ജയരാജനെ നാളെ പരിയാരത്തു നിന്ന് കോഴിക്കോടേക്ക് മാറ്റും. ആശുപത്രി മാറ്റം വൈകിയത് വേണ്ടത്ര കാർഡിയോളജി ഡോക്ടർമാർ ഇല്ലാത്തതിനെ തുടർന്ന്. ആരോഗ്യനില തൃപ്തികരം. ചികിത്സ തുടരണമെന്ന് ഡോക്ടർമാർ. അണ്ടർ-19 ലോകകപ്പ് കിരീടം വെസ്റ്റ് ഇൻഡീസിന്. 5 വിക്കറ്റിന് ഇന്ത്യയെ പരാജയപ്പെടുത്തി. കെയ്ൻ കാർട്ടി മാൻ ഓഫ് ദി മാച്ച്. PP മുകുന്ദനെയും K രാമൻപിള്ളയെയും BJPയിലേക്ക് തിരിച്ചു വിളിച്ച് കുമ്മനം രാജശേഖരൻ. പാർട്ടിയിലേക്ക് തിരിച്ചു വരണോ എന്ന് അവർ തീരുമാനിക്കട്ടെ എന്ന് കുമ്മനം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാനായി 16 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. അതേസമയം കുമ്മനത്തിന്റെ പ്രസ്താവന സ്വാഗതം ചെയ്ത് PP മുകുന്ദൻ രംഗത്തെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനും സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ 16 അംഗ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മിറ്റിക്ക് കോർ കമ്മിറ്റി യോഗം രൂപം നൽകി. വരുന്ന 18-ാം തീയതി തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇലക്ഷൻ കമ്മിറ്റി തുടക്കം കുറിക്കും. മുതിർന്ന നേതാക്കളായ PP മുകുന്ദനെയും K രാമൻപിള്ളയെയും തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരാനും കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും പാർട്ടിയിലേക്ക് തിരികെ വരാമെന്ന് തുടർന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലപാട് വളരെ വ്യക്തമാണ്. അതിൻ്റെ കവാടങ്ങൾ തുറന്നാണ് കിടക്കുന്നത്. തയ്യാറുള്ള ആളുകളുമായിട്ട് സംസാരിക്കാം. ആദ്യം അവർ ഭാരതീയ ജനതാ പാർട്ടിയെ അംഗീകരിക്കണം. അല്ല, ഇവിടുന്ന് മുൻകൈ എടുത്തല്ലോ എന്ന് പറയാൻ സ്വാഗതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൈ ആയല്ലോ. ഫെബ്രുവരി 28-ന് മുൻപ് ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ ശ്രീ PP മുകുന്ദൻ, ശ്രീ K രാമൻപിള്ള, ശ്രീ AN രാധാകൃഷ്ണൻ, ശ്രീ A സജീവൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ AN രാധാകൃഷ്ണൻ. PP മുകുന്ദനും രാമൻപിള്ളയ്ക്കും BJPയിലേക്ക് വരണമെങ്കിൽ മെമ്പർഷിപ്പിനായി മിസ് കോൾ അടിച്ചു നോക്കാം എന്നുള്ളതായിരുന്നു മുൻ സംസ്ഥാന അധ്യക്ഷൻ ഇവരുടെ മടങ്ങിവരവിനെക്കുറിച്ച് പറഞ്ഞത്. ഇന്നിപ്പോൾ കുമ്മനം രാജശേഖരൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ വാതിലുകൾ മലക്കെ തുറന്നിട്ടിരിക്കുകയാണ് എന്ന്. BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ സമീപനത്തിൽ മാറ്റം വന്നു. അല്ല, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ആ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ രണ്ട് മുന്നണികൾക്കെതിരായി വിധി എഴുതണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ സ്വാഭാവികമായും അതിനനുസൃതമായ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു. അതിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പാർട്ടി വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകൾ, പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ, പല ഘട്ടങ്ങളിലായി പല കാരണങ്ങൾ കൊണ്ട് മാറി നിന്നിട്ടുള്ള ആളുകൾ, അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ പാർട്ടിയിലുണ്ട്. കാരണം ചിലപ്പോൾ ജീവിതത്തിൻ്റെ പ്രാരാബ്ദം കൊണ്ട് മാറിയവരാകും, സാഹചര്യങ്ങൾ കൊണ്ട് മാറിയവരാകും. അവരുടെ കഴിവും അനുഭവ സമ്പത്തും അവരുടെ കുറേ കാലങ്ങളായിട്ട് ഈ പാർട്ടിയിൽ നിന്ന് അവർ സമാഹരിച്ചിട്ടുള്ള ശക്തിയും കഴിവും ഒക്കെ ഉണ്ടല്ലോ. അതെല്ലാം കൂടി ഉപയോഗപ്പെടുത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മുന്നേറ്റം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശരി, അതാണ് ശ്രീ K രാമൻപിള്ള ടെലിഫോൺ ലൈനിൽ. ശ്രീ K രാമൻപിള്ള, ഇക്കാര്യത്തിൽ താങ്കളെയും PP മുകുന്ദനെയും BJPയിലേക്ക് തിരികെ സ്വാഗതം ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അപമാനകരം എന്ന് തോന്നാവുന്ന മറുപടിയായിരുന്നു മുൻ സംസ്ഥാന നേതൃത്വം നൽകിയിരുന്നത്. മിസ് കോൾ അടിക്കട്ടെ എന്നായിരുന്നു പറഞ്ഞത്. എങ്കിൽ ഇന്ന് കുമ്മനം രാജശേഖരൻ പറയുന്നു, ഞങ്ങൾ മുൻകൈ എടുത്തു കഴിഞ്ഞു, വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്ന്. ആ തുറന്ന വാതിലിലൂടെ അകത്ത് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? BJPയുടെ പുതിയ തീരുമാനം വളരെ സ്വാഗതാർഹവും ഉചിതവുമാണ്. ഒരു കാലഘട്ടം, ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നത് എല്ലാ ദേശീയ ജനാധിപത്യ ശക്തികളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ശ്രീ നരേന്ദ്രമോദിയുടെ കരങ്ങളെ ശക്തിപ്പെടുത്തണമെന്നുള്ളതാണ്.
കാരണം മുൻകാലങ്ങളിലൊന്നും ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു മുന്നേറ്റം ഭരണരംഗത്ത് പല മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനനുസൃതമായിട്ട് സംഘടനാ തലത്തിലും പരമാവധി ആളുകളെ യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം ആവശ്യമാണ്. ഇന്നത്തെ നേതൃത്വം അതിന് മുൻകൈ എടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. അത്തരം നടപടിക്ക് ഗുണകരമായ ഫലം പല നിലയിലും അത് ഗുണകരമായ കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ശ്രീ കെ രാമൻപിള്ള, കുമ്മനം രാജശേഖരൻ ഖണ്ഡിതമായി പറഞ്ഞ ഒരു കാര്യം BJP എന്ന പാർട്ടി മുൻകൈ എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അതായത് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നു. ഇനി അതിനോട് പ്രതികരിക്കേണ്ടത് പാർട്ടിയുമായി ബന്ധം വിച്ഛേദിച്ച ശ്രീ കെ രാമൻപിള്ളയും ശ്രീ PP മുകുന്ദനുമാണ്. ഇക്കാര്യത്തിൽ താങ്കളുടെ സമീപനം എന്താണ്? ഞങ്ങളുടെ യോഗം അടുത്ത 17-ാം തീയതി കൂടുന്നുണ്ട്. ഔപചാരികമായിട്ട് അതിന്റെ തീരുമാനം പ്രഖ്യാപിക്കണമെന്നായിരിക്കും. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ നിലയിൽ ഈ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അതിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയും നൽകാൻ ഞാൻ തയ്യാറാണ്. എന്തായാലും ഇനിയിപ്പോൾ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് മറ്റൊരു മാർഗമില്ല. പല കാരണങ്ങളാൽ നമ്മുടെ പരമാവധി ആളുകൾ യോജിച്ച് നിൽക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും താങ്കൾ BJPയിലേക്ക് വന്നു കഴിയുമ്പോൾ താങ്കൾ BJPയുടെ നിലവിലുള്ള ആളുകളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളായി മാറുകയാണ്. അപ്പോൾ വെറുതെ ഒരു പാർട്ടി അംഗമായി അങ്ങനെയാണോ താങ്കൾ ഉദ്ദേശിക്കുക? ഇനി അതിനപ്പുറത്ത് പാർട്ടിയിലേക്ക് വരണമെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? സൗണ്ട് പോലെ കേൾക്കാൻ വയ്യ. ഞാൻ ചോദിക്കുന്നത് BJPയിലേക്ക് തിരികെ എത്താൻ എന്തെങ്കിലും വ്യവസ്ഥകളുണ്ടോ എന്നാണ്. എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? വ്യക്തമല്ല കേട്ടോ. ഞാൻ ഒന്നുകൂടി ടെലിഫോൺ കട്ട് ചെയ്ത ശേഷം വിളിക്കാം ശ്രീ കെ രാമൻപിള്ള. ഒരു പക്ഷേ സാങ്കേതിക തകരാറായിരിക്കും. ഇവിടെ ശ്രീ എൻ രാധാകൃഷ്ണൻ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ കുറേ കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന് ശേഷം പിന്നീട് എന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം മടുത്തത് കൊണ്ടൊന്നും പിൻവാങ്ങിപ്പോയ ആളുകളല്ല. ഇവിടെ കെ രാമൻപിള്ള എടുത്താൽ അദ്ദേഹം പിന്നീട് ജനപക്ഷം രൂപീകരിക്കുന്നു, ഇടതുപക്ഷവുമായി സഹകരിക്കുന്നു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇവരെ ഒക്കെ വിട്ടുപോയവരെയൊക്കെ നിങ്ങൾ തിരികെ എടുക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ അക്കോമഡേഷൻ എന്നുള്ള കാര്യം ആലോചിച്ചോ പാർട്ടി? അല്ല, ഒരു മഹാപ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. അപ്പോൾ ആ പ്രസ്ഥാനത്തിൽ പിന്നെ ആളുകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായും അവരുടെ കഴിവും അവരുടെ അനുഭവ സമ്പത്തും ഒക്കെ ആയിട്ടുള്ള അംഗീകാരം കിട്ടും. ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു പാർട്ടി ഒരു കുടുംബസങ്കല്പത്തിലുള്ള പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളുടെ ചുമതലകൾ വെച്ച് നോക്കിയിട്ടല്ല ഞങ്ങൾ പലപ്പോഴും ആളുകൾ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലല്ല. കാരണം ഇതൊരു വലിയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇതിനകത്ത് മുതിർന്ന കാരണവന്മാരായിട്ടുള്ള ഇപ്പോൾ തന്നെ പാർട്ടിയുടെ അകത്ത് വലിയ നേതാക്കന്മാരുണ്ട്, വലിയ ചുമതലകളൊന്നും ഇല്ലാത്ത. അവരെയൊക്കെ ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് BJPയുടെ സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏറ്റവും ചെറുപ്പക്കാരനായ 18 വയസ്സുകാരൻ മുതൽ ഏറ്റവും വയോധികരായിട്ടുള്ള ആളുകളെ വരെ ഒരേപോലെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് BJPയുടെ സംഘടനാ സംവിധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആര് വന്നാലും ശരി അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. അവരെയൊക്കെ നല്ല സ്വീകാര്യതയോടുകൂടി സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോം BJPയുടെ അകത്തുണ്ട്. ശരി, അതാണ് ശ്രീ A സജീവൻ. വളരെ അനായാസം ഇവരെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാകും BJPക്ക് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ മുൻപത്തെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഇവർ വേണ്ട എന്നുള്ള നിലപാടായിരുന്നുവെങ്കിൽ കുമ്മനം രാജശേഖരൻ വന്നതിന് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന നിലപാടെടുക്കുന്നു. അതിനനുസരിച്ചുള്ള നടപടികൾ പലയിടങ്ങളിലും തുടങ്ങിയതുമാണ്. PP മുകുന്ദൻ തന്നെ BJPയുടെ ഒരു പരിപാടിയിൽ തിരുവനന്തപുരത്ത് സംബന്ധിക്കുകയുണ്ടായി. പക്ഷേ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് ഇപ്പോഴും അത് ദഹിക്കുന്നില്ല. അവർ വല്ലാത്ത ഒരു റിജക്ഷൻ സിൻഡ്രോം കാണിക്കുന്നുമുണ്ട്. വളരെ സുഖകരമായി ഈ രണ്ട് മുതിർന്ന നേതാക്കളും BJPയിലേക്ക് തിരികെ എത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമുക്കറിയാം, ഇന്നെടുത്ത തീരുമാനം പോലും ഒരു വിഭാഗത്തിൻ്റെ ശക്തമായ എതിർപ്പോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പുറത്തു വന്ന വാർത്ത അത് നിങ്ങൾ കേട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടിട്ടില്ല. പക്ഷേ എന്നാൽ പോലും പുറത്തു വന്ന വാർത്തയനുസരിച്ച് മുരളീധരൻ വിഭാഗം അതിശക്തമായിട്ട് ഈ തീരുമാനത്തെ എതിർത്തിരുന്നു. പക്ഷേ അവർക്ക് എതിർക്കാൻ പറ്റാത്ത രൂപത്തിൽ നേരത്തെ തന്നെ ഇതിപ്പോൾ കുമ്മനം രാജശേഖരൻ വന്നതിന് ശേഷം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരം എടുത്തുള്ള ഒന്നല്ലത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം എടുക്കുന്നതല്ല. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് സ്വാഭാവികമായിട്ടും. പക്ഷേ ഇങ്ങനെ ഒരു കൃത്യമായിട്ട് നിലപാടും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഈ PP മുകുന്ദനും രാമൻപിള്ളയൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അവരുടെ തന്നെ പ്രതികരണങ്ങളിൽ ഡിസംബർ വരെയുള്ളൂ മുരളീധരൻ്റെ കാലാവധി, അത് കഴിഞ്ഞാൽ പുതിയ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആരാവും എന്നുള്ള കാര്യം അപ്പോഴറിയാം. ഞങ്ങൾ തിരിച്ചു വരണോ വേണ്ടയോ എന്നുള്ള കാര്യം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം
തീരുമാനിക്കുമെന്നാണ് ആ PP മുകുന്ദനൊക്കെ അന്നേ പറഞ്ഞിരുന്നത്, ഡിസംബറിന് മുമ്പേ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് വളരെ നേരത്തെ തയ്യാറാക്കി. കുമ്മനം രാജശേഖരനാകും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് തീരുമാനിച്ചിട്ടൊന്നുമല്ല അന്ന്. അങ്ങനെ ഒരു ധാരണ പോലും ഇല്ലാത്ത സമയത്താണ് PP മുകുന്ദനെയും മറ്റും ആ പ്രതികരണം ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഭാഗത്തിൻ്റെ ശക്തമായ എതിർപ്പ്, അവർ വേണമെങ്കിൽ മിസ് കോൾ അടിച്ചിട്ട് വരട്ടെ എന്ന് മാത്രമല്ല, ആ കാര്യത്തിനേക്കാളൊക്കെ അപ്പുറത്ത് വളരെ മോശമായ രൂപത്തിൽ വഴിപോക്കന്മാരുടെ സംസാരം ഞങ്ങൾ കേൾക്കാറില്ല എന്ന പ്രതികരണം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ BJPയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന PP മുകുന്ദൻ, BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന രാമൻ പിള്ള, ഇവരെയൊക്കെ ഒരു BJPക്കകത്ത് ഭരണം പോലും ഇല്ലാത്തൊരു ഘട്ടത്തിൽ, കേരളത്തിൽ ഭരണത്തിന് സാധ്യതയെപ്പോലും ചിന്തിക്കാൻ പോലും അവർ ഒരു തരത്തിൽ ചിന്തിക്കാതിരുന്നൊരു ഘട്ടത്തിൽ പോലും ഈ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റിയെടുത്തായിരുന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അവരുടെ വരവ് ഈ ഗ്രൂപ്പിസം തകർക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ വരുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഭാഗം ഇതിനെ എതിർത്തിരുന്ന രാമൻ പിള്ളയും PP മുകുന്ദനൊക്കെ വരുന്നതിനെ അതിശക്തമായിട്ട് എതിർത്തിരുന്ന, മിസ് കോൾ എന്ന രീതിയിലൊക്കെ പരിഹസിച്ചിരുന്ന, വഴിപോക്കർ എന്ന രീതിയിൽ അപഹസിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ തൽക്കാലം മിണ്ടാതിരിക്കാം. അവർ പക്ഷേ അടുത്ത ഘട്ടത്തിൽ അവർ ആ ഗ്രൂപ്പിസം ശക്തമാകുന്ന രൂപത്തിലേക്ക് പോകുമോ എന്നൊരു സംശയം. ശരി, അതാണ് താങ്കൾ സംശയിക്കുന്നത്. ശ്രീ K. രാമൻപിള്ള, അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈനിൽ ബുദ്ധിമുട്ടുണ്ട്, അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാം. ശ്രീ എൻ രാധാകൃഷ്ണൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ PP മുകുന്ദനെ വളരെ കാലത്തിന് ശേഷം BJP ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് തിരുവനന്തപുരത്ത് വെച്ച്. പക്ഷേ അദ്ദേഹം ആ പരിപാടിയിൽ സംബന്ധിച്ചു. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ സംബന്ധിച്ചില്ല, അദ്ദേഹത്തിനൊപ്പമുള്ളവരും സംബന്ധിച്ചില്ല. ഇങ്ങനെ പാർട്ടിയിലെ മുൻ പ്രസിഡന്റിൻ്റെ വിഭാഗം വളരെ ശക്തമായി ഇതിനെ എതിർക്കുമ്പോൾ, അവർ ഒരു തരത്തിലും ഞങ്ങൾ ഇതുമായി യോജിക്കില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെയാണ് ഇവരെയൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക? ഇപ്പം ഞാൻ നേരത്തെ ഒരു സുഹൃത്ത് സംസാരിക്കുന്നതും കേട്ടോ, എനിക്കിവിടെ ഭാവനയിൽ നിന്ന് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളായിരിക്കും. ഞങ്ങളിന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ട ഒറ്റ വിഷയം തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളുടെ മനസ്സിൽ ഒറ്റ അജണ്ടയുള്ളൂ തെരഞ്ഞെടുപ്പ്. കാരണം കേരളത്തിൽ BJP കേരളത്തിൻ്റെ പൊതുസമൂഹം ഒരു മൂന്നാമത്തെ ഫോഴ്സായി BJP സ്വീകരിക്കുകയാണ്. അപ്പോൾ 100% ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി സെൻട്രൽ നേതൃത്വത്തിൻ്റെ സപ്പോർട്ട്, ഒരു കേന്ദ്രമന്ത്രി തന്നെ അദ്ദേഹം കേരളത്തിൻ്റെ ചുമതല നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പർപ്പസിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടയ്ക്ക് 2 പ്രാവശ്യമാണ് കേരളത്തിൽ വന്നത്. ഞങ്ങളിരുന്ന് വളരെ ഗൗരവത്തോടു കൂടി തെരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അത് പുറത്തു നിന്ന് മറ്റ് പല ആളുകളെ സംബന്ധിച്ച് BJPയിൽ അത് പ്രശ്നമുണ്ട്, മുൻ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു, ഈ പ്രസിഡന്റ്, അതൊന്നും ഇവിടെ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിൽ എങ്ങനെ ജയിക്കും, എങ്ങനെയാണ് ജയത്തിൻ്റെ രാഷ്ട്രീയം, ജയത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കൂടാൻ കഴിയുന്ന ആളുകൾ മുഴുവൻ ഞങ്ങൾ കൊണ്ടുവരികയാണ്. ഇപ്പോൾ ബഹുമാനായ കുമ്മനം രാജശേഖരൻ്റെ കാസർഗോഡ് നിന്നുള്ള യാത്ര നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ യാത്രയിൽ ഉടനീളം നടന്നിട്ടുള്ള ഘട്ടങ്ങളിൽ ഞങ്ങളോട് ചേർന്നിട്ടുള്ള ആളുകളുണ്ട്, വിവിധങ്ങളായ ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഏരിയ കമ്മിറ്റി പ്രവർത്തിക്കുന്ന ആളുകൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിന്റെ കാലമല്ലോ ഞാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ നേരത്തെ ശ്രീ സജീവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങളില്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ ഇവിടെ ഈ പ്രശ്നത്തിലടക്കം മുകുന്ദനെയും രാമൻപിള്ളയെയും തിരികെ കൊണ്ടുവരുന്നതിലടക്കം വളരെ ശക്തമായ നിലപാടെടുത്ത ഒരു വിഭാഗം നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഇത് ചർച്ച ചെയ്യപ്പെടുന്നതിൽ എനിക്ക് തെറ്റുതോന്നില്ല. കാരണം ഞങ്ങളുടെ ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങൾ പല വിഷയങ്ങൾ വരുന്ന സമയത്ത് ചർച്ച ചെയ്യപ്പെടും. ഞങ്ങൾ കൂട്ടമായിട്ടിരുന്ന വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും. രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ, പൊതുവായ വിഷയങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുക്കുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ തലങ്ങളിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും. ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ എടുക്കുന്നത്, ഞങ്ങളെല്ലാവരും കൂടി ആലോചിക്കുന്ന സമയത്ത് പ്രസിഡൻറ്റ് പ്രൊസീഡ് ചെയ്യുകയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രസിഡൻറ്റ് പ്രൊസീഡ് ചെയ്യുക. അങ്ങനത്തെ ഒരു വലിയ സിസ്റ്റമാണ് ഞങ്ങളുടെ പാർട്ടിയിലുള്ളത്. അപ്പോൾ ഞങ്ങൾ പല വിഷയങ്ങൾ ചർച്ച ചെയ്യും, പല അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസമായിട്ട് അങ്ങനെ കണക്കാക്കാൻ കഴിയും. ശരി, അതാണ് ശ്രീ എ. സജീവൻ. ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പാർട്ടിയിലുണ്ട് എന്ന് വരുത്താൻ BJPയുടെ നേതാക്കൾ ആരും ശ്രമിക്കുകയുമില്ല. ഇവിടെ പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ PP മുകുന്ദൻ, K. രാമൻപിള്ള തുടങ്ങിയവർ പാർട്ടിയിലേക്ക് വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം BJPയെ സംബന്ധിച്ച് ഉണ്ടാക്കാനുണ്ടോ? ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പോകുന്നു എന്നൊരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടാക്കാം എന്നതിനപ്പുറത്ത് ഈ 2 പേരുടെ വരവ് BJPയെ സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ പോകുന്നുണ്ടോ? അല്ല, BJP അവർക്ക് ഇവിടെ എങ്ങനെയെങ്കിലും 1-2 അല്ലെങ്കിൽ പരമാവധി അവർ ഉദ്ദേശിക്കുന്ന പോലെ ഭരണം പിടിച്ചെടുക്കുക എന്ന രൂപത്തിലാണ് അവർ പറയുന്നതെങ്കിൽ പോലും അവർക്ക് 1-2 സീറ്റെങ്കിലും കിട്ടുകയും ഇവിടെ ഒരു ബർത്ത് ഉറപ്പിക്കുകയും വേണം. അതിനുവേണ്ടി പല രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് PP കുറേ കാലമായിട്ട്
പുറത്തേക്ക് തൂത്തെറിഞ്ഞിരുന്ന പി മുകുന്ദനെയും രാമപിള്ളയെയും തിരിച്ചെടുക്കാൻ അവർ തീരുമാനിക്കുന്നത്. ഇതേ BJPയുടെ സംസ്ഥാന നേതൃത്വം തന്നെ, സംസ്ഥാന സമിതി തന്നെ തീരുമാനിച്ചിരുന്നത് എന്താണ്? ഇവർ രണ്ടുപേരും വേണ്ടതാണ്. വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി തീരുമാനിച്ച് തിരിച്ചെടുക്കേണ്ടതാണല്ലോ. ഇപ്പോൾ തിരിച്ചെടുക്കണം തീരുമാനിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പാണ് അവരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ഘടകവും. അതുകൊണ്ട് ഇവർ വന്നു കഴിഞ്ഞാൽ രാമപിള്ളയുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയുണ്ട്, പി മുകുന്ദനോട് താല്പര്യമുള്ള കുറേ ആളുകളുണ്ട്, ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന BJPയുടെ ഇപ്പോഴത്തെ കുറേ കാലമായിട്ടുള്ള പോക്കിൽ തീർത്തും മനം മടുത്ത് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാം. ഇങ്ങനെ മാത്രമല്ല, പി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറേ കൂടി ഈ രാഷ്ട്രീയ തന്ത്രങ്ങൾ അറിയാവുന്ന ആളാണ്. നമുക്കറിയാവുന്ന 1991 അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ കരുണാകരനുമായിട്ടും ലീഗുമായിട്ടൊക്കെയുള്ള ഒരു കോലീബി സഖ്യം എന്നൊക്കെ പറയുന്ന രൂപത്തിൽ അങ്ങനെ പല രീതിയിലും രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടി പ്രവർത്തിക്കാൻ, അതിനുള്ള ചരടുവലികൾ നടത്താൻ പറ്റുന്ന ആളാണ്. മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് തന്നെ കൊടുത്തുള്ള ഒരു അഭിമുഖത്തിൽ, ഒരു ഓൺലൈൻ അഭിമുഖത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. BJP കേരളത്തിൽ പ്രവർത്തിക്കേണ്ടത് UDFും LDFും ഒക്കെ പ്രവർത്തിക്കുന്ന പോലെ എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങളും എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത കൂടി എടുത്തുകൊണ്ട് പല മേഖലകളിലും കെ രാമൻപിള്ള പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് താങ്കളെ പാർട്ടിയിലേക്ക് എടുക്കുന്നതിൽ ശക്തമായ എതിർപ്പുണ്ട്. ആ കാര്യത്തിൽ ആശങ്കയുണ്ടോ? ശ്രീരാമൻപിള്ള, ചോദ്യം വ്യക്തമല്ല. പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് അങ്ങേ വീണ്ടും പാർട്ടിയിലേക്ക് എടുക്കുന്നതിനോട് ശക്തമായ എതിർപ്പുണ്ട്. അതൊരു പ്രശ്നമാകുമോ? ഏത് തീരുമാനത്തിനും രണ്ട് വശമുണ്ട്. അതുകൊണ്ട് പാർട്ടിയുടെ ദേശീയ നേതൃത്വം എടുത്ത വളരെ സമുചിതമായ ഒരു തീരുമാനത്തെ കേരളത്തിൽ ചില ആളുകൾ എതിർക്കുന്നു എന്നുള്ളതിന് വലിയ ഗൗരവമായിട്ട് എടുക്കാനില്ല. അത്തരം എതിർപ്പുകൾക്ക് ഉണ്ടാവാം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും യോജിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ BJP നേതൃത്വം കൊടുക്കുന്ന NDAക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും രാജ്യത്ത് വളരെ വമ്പിച്ച പരിവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ശ്രദ്ധിക്കുന്നില്ല. മോഡിയുടെ നേതൃത്വത്തിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തൊട്ടാകെ ഒരു പരിവർത്തനം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിവർത്തനങ്ങൾ പൂർണ്ണമായും, ആ വികസനത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വിജയിപ്പിക്കണമെങ്കിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും യോജിച്ചു വേണം. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് എല്ലാവരും യോജിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. അങ്ങനെ പ്രവർത്തിക്കാൻ ഇന്ന് ദേശീയ നേതൃത്വം ഒരു പച്ചക്കൊടി കാണിക്കുമ്പോൾ ചില ആളുകൾ അതിലൊന്നും ഇഷ്ടപ്പെടാത്ത ചില ആളുകൾ ഉണ്ടായേക്കാം. അതിനത്ര കാര്യമാക്കാനില്ല. അതിന്റെ പേരിൽ അവരോട് വെറുപ്പുമില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഈ ചില വ്യക്തികളുടെ ശ്രമങ്ങള് പാർട്ടി നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് പരമാവധി ദേശീയ നേതൃത്വം ഇപ്പോൾ നൽകിയിരിക്കുന്ന ആ നിർദ്ദേശത്തെ ഫലപ്രദമായി വിനിയോഗിക്കുകയും എല്ലാവരെയും യോജിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പോകുന്നതിൽ എന്റേതായ പങ്ക് നിർവഹിക്കാൻ തയ്യാറാണ്. ഞാൻ ഇടക്കാലത്ത് രൂപീകരിച്ച കേരള ജനപക്ഷവും 17-ാം തീയതി യോഗം കൂടിയിട്ട് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കും. അങ്ങനെ എന്റെ നിലപാട് പരമാവധി ആളുകള്, പരമാവധി സംഘടനകള്, പാർട്ടികളെല്ലാം യോജിച്ചു വരണം എന്നുള്ളതാണ്. അത് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. രാജ്യം അല്ലെങ്കിൽ വളരെയധികം ഭീഷണികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അതിനെ നേരിടാൻ കരുത്തുറ്റൊരു നേതൃത്വം ഇന്ന് കേന്ദ്രത്തിലുണ്ട്. ആ നേതൃത്വം ദീർഘകാലം നമ്മുടെ രാജ്യം ഭരിക്കണം എന്നാണ് എന്റെ ഉറച്ച അഭിപ്രായം. അതിനുവേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ തുടരുകയും ചെയ്യും. ഇതിൽ ശ്രീ രാമൻപിള്ള, കേരള ജനപക്ഷം BJPയിൽ ലയിക്കുമ്പോൾ, താങ്കളുടെ ഒപ്പമുള്ള ആളുകൾ BJPയിലേക്ക് ചേരുമ്പോൾ എന്തെങ്കിലും വ്യവസ്ഥ, ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം എന്നുള്ള നിലയിൽ നേതൃത്വത്തോട് പറയാനുണ്ടോ? ടെലിഫോൺ കട്ടായിരിക്കുന്നു. ശ്രീ AN രാധാകൃഷ്ണൻ, ഇവിടെ ഈ പുറത്തു പോയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പുൽകുന്ന ആളുകൾ, നേരത്തെ ശ്രീ A സജീവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് തന്ത്രമെന്നോ വോട്ട് കച്ചവടമെന്നോ ഒക്കെ വ്യാഖ്യാനിക്കാവുന്ന, ആരോപിക്കാവുന്ന കാര്യങ്ങളിൽ ഉൾപ്പെട്ട ആളുകളാണ്. ഇവർ പുതുതായി 2 വ്യക്തികൾ അല്ലെങ്കിൽ അവരോടൊപ്പമുള്ള ആളുകൾ പാർട്ടിയിലേക്ക് വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടാകുമോ? ഇത്തവണ BJP എങ്ങനെയും
കുറച്ച് സീറ്റുകൾ നേടുക എന്ന ആഗ്രഹത്തിലാണല്ലോ. അല്ല, ഇപ്പോൾ ഞങ്ങളെടുത്തിട്ടുള്ള ഒരു സമീപനം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങളെടുത്തിട്ടുള്ള സമീപനം തന്നെ എല്ലാ ആളുകളെയും BJP സജീവമാക്കുക എന്നുള്ളതാണ്. കാരണം BJP അല്ലെങ്കിൽ ഭാരതീയ ജനസംഘം മുതലുള്ള കാലയളവിൽ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച് കഠിനാധ്വാനം നടത്തിയിട്ടുള്ള ഒട്ടനവധി പ്രവർത്തകന്മാരുണ്ട്. ആ പ്രവർത്തകന്മാർ കേരളത്തിൽ വ്യാപകമാണ്. ഒരു അധികാരമില്ലാത്ത സമയത്ത് ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടുള്ള ത്യാഗം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെയൊക്കെ സമരം നടത്തിയിട്ടുള്ള ആളുകളുടെ സമ്മേളനം ഞങ്ങൾ തന്നെ നോക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകളാണ് അതിന് വരുന്നത്. കാരണം വളരെ ത്യാഗോജ്വലമായ ജീവിതം നയിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ പല ഘട്ടങ്ങളിൽ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരും പിന്നീട് ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളും മറ്റ് പ്രയാസങ്ങളും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ എല്ലാ തലങ്ങളിലുള്ള ആളുകളെയും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനവുമായി ബന്ധപ്പെട്ട് ഈ രാഷ്ട്ര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളം അത് ആഗ്രഹിക്കുകയാണ്. കാരണം ഈ രണ്ട് മുന്നണികളെ കൊണ്ട് കേരളം പൊറുതിമുട്ടുന്നു. ഒരു ഭാഗത്ത് അഴിമതി, സ്വജനപക്ഷപാതം, അക്രമം, ഇപ്പോൾ രാജ്യദ്രോഹം എല്ലാം കൂടി വരുമ്പോൾ ഈ രണ്ട് മുന്നണികളിൽ നിന്ന് ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ജനങ്ങളെ സമീപിക്കാൻ ബാധ്യതയുള്ളൊരു പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളെ സംഘടിപ്പിക്കും. അല്ല, എല്ലാ വിഭാഗം ജനങ്ങളെയും സംഘടിപ്പിക്കും എന്ന് പറയുമ്പോൾ കൂടുതൽ കക്ഷികളെ ഉൾപ്പെടുത്തി മുന്നണി വിപുലീകരിക്കുമെന്നാണോ, അല്ലെങ്കിൽ തന്ത്രപരമായ സമീപനം? എല്ലാ തരത്തിലും. ഇപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളുടെ പ്രതലം വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 4.5 ലക്ഷത്തിൽ നിന്ന് ഞങ്ങൾ മെമ്പർഷിപ്പ് ഏതാണ്ട് 23 മുതൽ 25 ലക്ഷത്തിലേക്ക് മാറി. ഞങ്ങൾ ആ രീതിയിൽ ഞങ്ങളുടെ ഇത് വരും. ഇപ്പോൾ ധാരാളം ചെറുതും വലുതുമായ പാർട്ടികൾ ആളുകൾ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ PC തോമസ് വിഭാഗം, അതുപോലെ തന്നെ നോബൽ മാത്യു വിഭാഗം എന്നൊക്കെ പറഞ്ഞ് കേരള കോൺഗ്രസിൻ്റെ കുറേ വിഭാഗങ്ങൾ, നോബൽ മാത്യുവിൻ്റെ ഒരു വിഭാഗം BJP ചേരുകയുണ്ടായി. ഇപ്പോൾ പല ആളുകളും ഞങ്ങളോട് പല ജില്ലകളിലും സംസാരിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും അത് മാറ്റം വരും. ചെറിയ ഗ്രൂപ്പ്സിൻ്റെയൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്, അവർ BJP ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വലിയ മാറ്റമുണ്ട്. അല്ല, കേരളത്തിൽ നിലവിലുള്ള മുന്നണികളിൽ ഉള്ള ഏതെങ്കിലും ഒരു കക്ഷി NDAയിലേക്ക് വരാനുള്ള എന്തെങ്കിലും സാധ്യത? കാരണം BJP ജയിക്കുമെന്ന് തോന്നിയാലല്ലേ ആളുകൾ വരൂ. പല ഈ മുന്നണിയിലുള്ള കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന പ്രശ്നം അതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇത് കറ കയ്യിലില്ലാത്ത ആളുകൾ വരുന്നതിൻ്റെ സ്വീകാര്യതയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. സമീപിക്കേണ്ട കാര്യം അല്ല, അങ്ങനെ ആ കറ കൈകളിലില്ലാത്ത ആളുകൾ എന്ന് പറയുന്ന സമയത്ത് അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട ആളുകൾ പലതുമൊക്കെ അങ്ങനെ ചിന്തിക്കുമല്ലോ. ഇപ്പോൾ പല ആളുകളും ചിന്തിക്കുന്നുണ്ടല്ലോ BJP ഇപ്പോൾ നേരത്തെ എന്താ പറയുക, ഞങ്ങൾ അക്കൗണ്ട് തുറക്കുമോ, ബാങ്ക് അക്കൗണ്ട് തുറക്കണം ഞങ്ങളെ കളിയാക്കിയിരുന്നു. ഇപ്പോൾ പല ആളുകളും നിങ്ങൾ അധികാരത്തിൽ വരുമോ, നിങ്ങളുടെ മുഖ്യമന്ത്രി ആയിരുന്നു, നിങ്ങളിത് ചർച്ച ചെയ്തില്ലേ? റിപ്പോർട്ടർ ചാനലിൽ ചെന്ന് ഒരു ചർച്ച ചെയ്തല്ലോ കേരളത്തിൽ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാരാണ്. ആ നിലവാരത്തിലേക്ക് ഞങ്ങൾ മാറി. കാരണം ഞങ്ങൾ ഒരു നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്തൊരു പാർട്ടി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ആരാണ് എന്ന് ലോകം മുഴുവൻ കാണുന്ന റിപ്പോർട്ടർ ചാനൽ മുഴുവൻ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങൾ മാറി. അത് വാർത്ത വന്ന സാഹചര്യം താങ്കൾക്ക് അറിയാമല്ലോ. വെള്ളാപ്പള്ളി നടേശൻ സ്ഥാനാർത്ഥി എന്ന വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് രാഷ്ട്രീയ ഉപശാലകളിൽ ഒരുപക്ഷെ NDAയിലേക്ക് പോകാമെന്ന തോന്നൽ ചില ഘട്ടങ്ങളിലെങ്കിലും ഉണ്ടാക്കിയിരുന്നത്. അത് ജോസ് കെ മാണിയുടെ സമരത്തിൻ്റെ സമയത്ത് കേരള കോൺഗ്രസിന് അനുകൂലമായി ചില സഹായങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയപ്പോൾ ഒക്കെ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. ആ അധ്യായം പൂർണ്ണമായി എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലുത് സ്ഫോടനാത്മകമായ രീതിയിലുള്ള പരിവർത്തനം കേരളത്തിലുണ്ടാകും. ഇപ്പോൾ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കൂട്ടുകെട്ടോടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെടുക പിളർന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള അന്തരീക്ഷമില്ലാതെ തന്നെ ആളുകൾ കൂട്ടമായിട്ട് BJPയിൽ വരാൻ സാധിക്കും. അല്ലാണ്ട് എവിടെ പോവും? സ്വപ്നം കാണാൻ അല്ല, എവിടെ ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ചെറുതായിട്ട് എടുക്കില്ല അഭിലാഷ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ ത്യാഗോജ്വലമായ ജീവിതം നയിച്ചിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഒരിക്കലും കോൺഗ്രസുമായിട്ട് കൂടാൻ കഴിയില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഐഡിയോളജി ഉള്ളൊരു പാർട്ടി, അഴിമതിയില്ലാത്തൊരു പാർട്ടി, ഒരു പുതിയ പാർട്ടി ഉണ്ടാകും. അല്ല, അഴിമതിയില്ലാത്തൊരു പാർട്ടി, ഐഡിയോളജി ഉള്ളൊരു പാർട്ടി. ഇവരൊക്കെ നാട്ടിൽ ഇപ്പോൾ പണ്ട് ഇവരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നത് എന്താ, BJP എന്ന് പറഞ്ഞാൽ മറ്റേ കോർപ്പറേറ്റുകളുടെ പാർട്ടി, സവർണ്ണ മേധാവികളുടെ പാർട്ടി എന്നൊക്കെ. ഇപ്പോൾ ഈ ഇന്ത്യയിലൊരു ഇവർ തന്നെ പറയുന്ന അവർണ്ണനാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹം കൊണ്ടുവന്ന് പാവപ്പെട്ടവന് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കും, ഇപ്പോൾ കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തീരുമാനമെടുത്താൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. കാരണം 10 ലക്ഷത്തോളം ഓട്ടോറിക്ഷയുണ്ട് കേരളത്തിൽ. ആദ്യമായിട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ESC കൊടുക്കാൻ പോയ ഈ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ. ഇതൊക്കെയാണ് പ്രതീക്ഷകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. സജീവൻ, അങ്ങനെയുള്ള നിറഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് BJP ഉള്ളത്. അവർ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുന്നു. ഇപ്പോൾ കെ രാമൻപിള്ള, PP മുകുന്ദൻ തുടങ്ങിയവർ പാർട്ടിയിലേക്ക് വരും എന്നതിനപ്പുറത്ത് ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകുന്ന വിധത്തിൽ ഏതെങ്കിലും കക്ഷികൾ NDAയിലേക്ക് വരിക, അല്ലെങ്കിൽ ഇപ്പോഴില്ലാത്ത എന്തെങ്കിലും സാമൂഹ്യമായ പിന്തുണ BJPക്ക് കിട്ടുക, ഇതൊക്കെ ഒരു സാധ്യതയായി താങ്കൾ കാണുന്നുണ്ടോ? അല്ല, BJPയിലേക്ക് PP മുകുന്ദനും
രാമൻപിള്ളയും വരുന്നതോട് കൂടിയിട്ട് മൊത്തമായൊരു രാഷ്ട്രീയ വ്യത്യാസം, രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് സാധ്യതയും കുറവാണ്. പക്ഷേ PP മുകുന്ദൻ്റെ, പ്രത്യേകിച്ചും രാമൻപിള്ളയുടെ അല്ല, PP മുകുന്ദൻ്റെ ചില നിലപാടുകൾ, അത് അദ്ദേഹം പറയുന്ന യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയിട്ടുള്ള പല നിർദ്ദേശങ്ങളും നിലപാടുകളും പണ്ടും അദ്ദേഹം എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ കരുനീക്കം നടത്തേണ്ടതെന്ന്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഏതെങ്കിലും ഒരു പ്രത്യേക സാമുദായിക സംഘടനയെ പൂർണ്ണമായിട്ടും കീഴ്പ്പെട്ടുകൊണ്ട് സ്വീകരിച്ചു കൊണ്ടുവരിക എന്നതിനേക്കാൾ വേണ്ടത് എല്ലാ വിഭാഗത്തിനെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഇപ്പം നമുക്കറിയാവുന്നതാണ് BJP SNDP യോഗത്തിന് മുമ്പിൽ ഏതാണ്ട് മുട്ടിട്ടെറിയുന്നു എന്ന് നമുക്ക് തോന്നിപ്പോയ അവസരങ്ങൾ വരെയുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ എല്ലാം ഞാനാണ് ഈ സംസ്ഥാന മുഖ്യമന്ത്രിയാവാൻ പോകുന്നത് എന്ന് നമ്മളോടൊക്കെ ഏതാണ്ട് വിളിച്ചു പറഞ്ഞ ഒരവസരമുണ്ട്. ഇപ്പോഴെന്തായി സംഭവം? BJPക്ക് അത് ഒരു തലവേദനയാവുന്ന രൂപത്തിലേക്ക് വന്നു. അവിടെയാണ് ശ്രീ PP മുകുന്ദൻ പറയുന്നത് ഇവിടെ NSS പോലുള്ള സംഘടനകളുണ്ട്, SNDP പോലുള്ള സംഘടനകളുണ്ട്. ഇതിലൊക്കെയുള്ള ആളുകളെ, ഈവൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പോലും, അവരെയൊക്കെ എല്ലാ ന്യൂനപക്ഷത്തെയും മറ്റ് സാമുദായിക സംഘടനകളെയും തീർച്ചയായും. പക്ഷേ ശ്രീ A. സജീവൻ, ഇവിടെ NSS കുറച്ചുകൂടി പ്രസക്തമാണ്. കാരണം BJPയെ സംബന്ധിച്ചും NSS അല്ലെങ്കിൽ നായർ എന്നുള്ളത് അവരുടെ ഒരു കോർ കോൺസ്റ്റിറ്റ്യുവൻസിയുമാണ്. NSS പക്ഷേ കൃത്യമായ നിലപാടെടുക്കുന്നു. ഒരു കാവ്യയുമായി പെരുന്നയിലേക്ക് വന്നോളൂ, പക്ഷേ കാവ്യം കൊണ്ടുവന്നിട്ട് ഒരു കാവ്യ ഞങ്ങളെ പുതപ്പിച്ചിട്ട് പോകാം എന്നാണെങ്കിൽ അത് നടക്കില്ല എന്ന് പലവട്ടം NSS നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഒരു പരസ്യമായ ഏതെങ്കിലും തരത്തിലുള്ള ബാന്ധവത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ NSS നിൽക്കും എന്ന് നമുക്ക് കരുതാനും വയ്യ. പക്ഷേ ഇപ്പോഴുള്ള ഈ കടുത്ത നിലപാടൊന്ന് മാറ്റി കുറെ കൂടി ഉദാരമായ സമീപനം നായർ സർവീസ് സൊസൈറ്റി BJPയോട് കാണിക്കുകയാണെങ്കിൽ അത് BJPയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒന്നാണല്ലോ. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ പ്രസിഡന്റായി വരുന്നു, PP മുകുന്ദൻ മടങ്ങാൻ പോകുന്നു. NSSന്റെ ഈ നിലപാടിൽ എന്തെങ്കിലും തരത്തിലുള്ള BJP അനുകൂല മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? NSS എന്ന സംഘടന അതിൻ്റെ രൂപത്തിൽ, സംഘടന എന്ന രീതിയിൽ ഒരിക്കൽ പോലും ഒരു മുന്നണിയെയും, ഇപ്പം UDF-നെ ആണെങ്കിലും LDF-നെ ആണെങ്കിലും BJP രൂപീകരിക്കുന്ന മുന്നണിയാണെങ്കിലും പരസ്യമായിട്ട് പിന്തുണയ്ക്കില്ല. അത് അവരുടെ സംഘടനയ്ക്ക് പിളർപ്പുണ്ടാക്കും, സംഘടനയുടെ അടിത്തറ തകർക്കുമെന്ന് തീർച്ചയായിട്ടും അറിയാവുന്ന ആളുകളാണ് എൻ്റെ നേതൃത്വത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷേ അവരോട് ശത്രുത ഉണ്ടാക്കുന്ന രൂപത്തിൽ, അവരെ ശത്രുക്കളാക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് പ്രശ്നം. ഇവിടെ ഒരു സിനിമാ നടൻ പോയല്ലോ BJPക്ക് വേണ്ടിയിട്ട് NSSൻ്റെ ആസ്ഥാനത്തേക്ക്, തിരിച്ച് വഷളായി പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതേപോലുള്ള വിഡ്ഢിത്തമൊന്നും PP മുകുന്ദൻ്റെ ഭാഗത്തുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന് അറിയാം NSSൻ്റെ പരസ്യ പിന്തുണയ്ക്ക് പകരം NSSൻ്റെ ഒരു മനസ്സ് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയാൽ കുറേ വോട്ട്, പൂർണ്ണമായിട്ടും ആ വോട്ട് കിട്ടില്ല. NSS വോട്ടുകൾ അദ്ദേഹത്തിന് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ നായന്മാരുടെ വോട്ടുകളും NSS പറഞ്ഞാൽ കിട്ടില്ല. അതേപോലെ എല്ലാ ആളുകളെയും വോട്ടുകൾ കിട്ടാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഒരു വിഭാഗം NSSന് ശത്രുതയുള്ള ഒരു പാർട്ടിയല്ല BJP എന്ന്, അല്ലെങ്കിൽ അത് നയിക്കുന്ന മുന്നണി എന്ന് മാറ്റി തീർക്കുകയാണ് വേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ എൻ രാധാകൃഷ്ണൻ. PP മുകുന്ദനോ രാമൻപിള്ളയോ വരുന്നോ എന്നുള്ളതല്ല വിഷയം. ഇവിടെ NSSന്റെ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയ ഒരു കാര്യം, LDF-നും UDF-നും മനസ്സിലായ ഒരു കാര്യം ഇന്ന് വരെ BJPക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു വിഭാഗം, ആ പാർട്ടിയിലെ ഒരു വിഭാഗം നമ്മളെ വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ ഇവിടെ ചില തമ്മിലടിയൊക്കെ ഉണ്ടാക്കി എന്തോ നേടാം എന്ന് കരുതുകയാണ് എന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ള കാര്യം താങ്കൾക്ക് അറിയാമല്ലോ. ആ സമീപനത്തിൽ നിന്ന്, അതായത് NSSനെ പോയി വെറുതെ അലോസരപ്പെടുത്തുക എന്ന മുൻ സമീപനം BJP മാറ്റിയോ? അല്ല, NSSുമായി പ്രത്യേകിച്ച് ഇപ്പോൾ സുമാരൻ നായർ മണിച്ചേരനുമായിട്ട് ഇപ്പോൾ ഞാനൊക്കെ ആയിട്ട് നല്ല സൗഹൃദം പുലർത്തുന്ന ആളാണ്. അതുകൊണ്ടാണ് കാരണം തീർച്ചയായിട്ടും അതൊക്കെ സൗഹൃദങ്ങളാണല്ലോ പല സമയത്തും പ്രസ്ഥാനങ്ങൾക്ക് ഗുണകരമായി മാറുന്നത്. കാരണം ഇപ്പോൾ NSSൻ്റെ വാതിൽ ഒരിക്കലും ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ മുമ്പിൽ കൊട്ടിയടച്ചിട്ടില്ല. NSS എന്ന് പറയുന്നത് ഒരു വലിയ പാരമ്പര്യമുള്ളൊരു മഹത്തായൊരു പ്രസ്ഥാനമാണ്. അത് മന്നത്തെ ആചാര്യൻ്റെ കാലം മുതൽ അങ്ങനെയാണ് അതിൻ്റെ നിലപാടുകൾ. അപ്പോൾ അതൊരു വലിയ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യതയുള്ള, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ സ്വാധീനമുള്ളൊരു പ്രസ്ഥാനമാണ് NSS. അതിനാരും കൊച്ചാക്കി കാണാനോ ചെറുതായി കാണാനോ പരീക്ഷണത്തിനൊന്നും ആരും മുതിരുന്നില്ല. കൊച്ചാക്കി കാണുന്നതിനല്ല. ശ്രീ എൻ രാധാകൃഷ്ണൻ, കോൺഗ്രസ് അനുകൂല സമീപനമാണ് NSS കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വീകരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് സാധ്യതയുള്ള ഒരു സംഘടനയായിരുന്നു. അത് നിങ്ങൾ മിസ് ചെയ്തു. അതിൽ നിന്നൊരു മാറ്റം അഭിലാഷേ, ഇപ്പോൾ കേരളത്തിൽ BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എനിക്കിപ്പോൾ 1 ലക്ഷത്തോളം വോട്ടാണ് ഞാൻ എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ സമാഹരിച്ച്. അതിനകത്ത് NSSൻ്റെ വലിയ സ്വീകാര്യത എനിക്ക് ഗുണം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
ഇപ്പോൾ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളും ലഭിച്ചിട്ടുള്ള വോട്ടുകളെ കാണാതെ എങ്ങനെ ഇരിക്കും? ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമ്മളെങ്ങനെ കാണാതിരിക്കും? അതെ, സംഘടനയുടെ നിലപാട് കൊണ്ടല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ NSSുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആളുകൾ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അവരെങ്ങനെ കൊച്ചായി കാണുന്നത്? അവർക്കൊരു സ്വീകാര്യത ഉള്ളതുകൊണ്ടും അവർക്ക് സന്തോഷമുള്ളതുകൊണ്ടും അവരെടുത്ത ചില നിലപാടുകൾ കൊണ്ടും സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ വോട്ടിൽ വർധനവുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലങ്ങളിലാണെങ്കിലും തിരുവനന്തപുരം പല തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ഞങ്ങൾക്കെതിരായിട്ടൊരു നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് NSSൻ്റെ സംസ്ഥാന സെക്രട്ടറി സുകുമാരൻ നായരെ സംബന്ധിച്ച് വളരെ പരിണതപ്രജ്ഞനായ ഒരു നേതാവാണ്. അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം BJPയെ സംബന്ധിച്ച് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. വളരെ പരുഷമായ രീതിയിൽ NSSന്റെ ജനറൽ സെക്രട്ടറി സംസാരിക്കേണ്ടി വന്നു. അല്ല, അദ്ദേഹം വളരെ പരുഷമായ രീതിയിൽ സംസാരിച്ചു. സമാനമായ സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കാനുള്ള കോഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് എനിക്കറിയേണ്ടത്. ചില പോരായ്മകൾക്ക് ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നു. ഞാൻ ചോദിച്ചു വരുന്നത്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ ഞങ്ങൾക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന തരത്തിൽ, ഞങ്ങളെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള നിലപാടുകളും ബഹുമാനായ സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തിന് നല്ല സ്വീകാര്യതയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് തൊട്ട് മുമ്പ് നടന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ മന്നത്ത് ആചാര്യൻ്റെ പുഷ്പാർച്ചനയ്ക്ക് സ്ഥിരമായി പങ്കെടുക്കുന്നതാണ്. ഈ പ്രാവശ്യം പങ്കെടുത്തു. ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. കാരണം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് സ്വീകാര്യത ഉള്ള ഒരാളുടെ പുറംതിരിഞ്ഞ് നിൽക്കാൻ ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ കഴിയുമോ? അതേ യോഗത്തിൽ തന്നെ ആണ് ഈ ഷാള് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശം അഭിലാഷ്, വരികളുടെ ഇടയിൽ കൂടെ പോകുന്നതിന് പകരം BJP ഞങ്ങളെ കീഴ്പ്പെടുത്താൻ വരേണ്ട എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയുണ്ടായത്. വരികളുടെ ഇടയിൽ കൂടെ പോകുന്നതിന് പകരം അദ്ദേഹം എടുത്തുള്ള ചില നിലപാടുകളുണ്ട്. അദ്ദേഹം സർക്കാരിനെതിരെ പല സമയത്തും പല നിലപാടുകൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. പൊതുസമൂഹത്തിൻ്റെ വിഷയത്തിൽ പലപ്പോഴും അദ്ദേഹം സ്വീകാര്യത വരുന്ന രീതിയിലുള്ള പല പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. അതൊക്കെ നടത്തുന്നതിനുള്ള പ്രാപ്തിയും അതിനുള്ള അനുഭവ സമ്പത്തും അവർക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ഏതെങ്കിലും തെറ്റിദ്ധാരണകളുണ്ട്, ആ തെറ്റിദ്ധാരണ ഞങ്ങൾ പരിഹരിക്കും. ശരി, പരിഹരിക്കും എന്നുള്ളതാണ്. ശ്രീ A. സജീവൻ, സർക്കാരിനും കോൺഗ്രസിനും സന്തോഷമുണ്ടാക്കുന്ന സമീപനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി G. സുകുമാരൻ നായർ സ്വീകരിച്ചു പോന്നിരുന്നത്. അദ്ദേഹത്തിന് രൂക്ഷമായ ദേഷ്യം BJPയോട് അല്ലെങ്കിൽ ഒരു വിഭാഗം BJP നേതാക്കളോടെങ്കിലും തോന്നുന്നതും നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ മാസങ്ങളിലും ഒക്കെ കാണുകയുണ്ടായി. ആ ഒരു പരിസരം മാറ്റി കുമ്മനം രാജശേഖരൻ, അദ്ദേഹം ആ നാട്ടുകാരൻ കൂടിയാണല്ലോ, അദ്ദേഹത്തിന് NSSുമായി നേരത്തെ തന്നെ ബന്ധവുമുണ്ട്, അദ്ദേഹത്തിൻ്റെ പിതാവിനടക്കം. കുമ്മനം രാജശേഖരൻ NSSും BJPയും തമ്മിലുള്ള മഞ്ഞുരുക്കുകയും BJPയെ സംബന്ധിച്ച് കുറെ കൂടി സാധ്യതകളുടെ ഒരു അന്തരീക്ഷം തുറക്കുകയും ചെയ്യും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ നീക്കത്തിന് NSS വഴങ്ങുമോ? ഇല്ല, കുമ്മനം രാജശേഖരൻ NSSുമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്. മറ്റു പല ആളുകൾ, ഇപ്പോൾ രാധാകൃഷ്ണൻ അങ്ങനെ അടുപ്പമുണ്ട്, ശ്രീധരൻപിള്ളയ്ക്ക് അടുപ്പമുണ്ട്, അങ്ങനെ പല ആളുകൾക്ക് അടുപ്പമുണ്ട്. അതിനേക്കാൾ അടുപ്പുള്ള ആളാണ് PP മുകുന്ദൻ. അതിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഇവർ കാണിച്ച ഒരു വലിയ ബുദ്ധിമോശമെന്ന് പറയുന്നത് NSSന് ഏറ്റവും കൂടുതൽ NSSനോട് ശത്രുതയുള്ള സമസ്ത നായർ സമാജത്തെ കൂട്ടുപിടിച്ചു. ഈ അരുവിക്കരയിൽ പോലും സമസ്ത നായർ സമാജത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു മുന്നണിയായിട്ട് നിൽക്കുകയായിരുന്നല്ലോ. അതിൻ്റെ ഇടയിൽ NSSൻ്റെ അടുത്തേക്ക് സുരേഷ് ഗോപിയെ പറഞ്ഞയക്കുകയും ചെയ്തു. അതാണ് അത്തരം വിഡ്ഢിത്തങ്ങൾ. NSSനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് അറിഞ്ഞു തന്നെ ഉണ്ടാവുന്നത്, അറിയാതൊന്നുമില്ല, അറിഞ്ഞു തന്നെ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഈ തിരിച്ചടികളൊക്കെ ഉണ്ടാവുന്നത്. ശ്രീകുമാരൻ നായർ ഒന്നും കാണാതെ വെറുതെ ഒരു സുരേഷ് ഗോപിയോടുള്ള വിരോധം വെച്ച് പറഞ്ഞു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇത്തരം കുറേ സംഭവങ്ങൾ, അത്തരം കാര്യങ്ങൾ, അത്തരം വിവരക്കേടുകൾ PP മുകുന്ദൻ തന്നെ പറഞ്ഞ വാക്ക് ഉപയോഗിക്കാം, അപക്വമായ നിലപാടുകൾ. ആ അപക്വമായ നിലപാടുകൾ എടുക്കാതിരിക്കാൻ ശ്രീ കുമ്മനം രാജശേഖരന് കഴിയും, അതോടൊപ്പം തന്നെ PP മുകുന്ദന് കഴിയും, അങ്ങനെയുള്ള പല രാമൻപിള്ളയ്ക്ക് കഴിയും, അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ചെയ്യും. അതല്ലാതെ കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള അപക്വമായ നിലപാടുകളോട് പ്രതികരിക്കാൻ അന്ന് പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പല ആളുകളും, ശ്രീ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ തരത്തിൽ ഈ സമസ്ത നായർ സമാജത്തെ വെച്ചുകൊണ്ട് NSSുമായിട്ടൊരു ഏറ്റുമുട്ടലിന് ഒരിക്കലും പോവില്ലായിരുന്നു. അപ്പോൾ അത്തരം കുറേ കാര്യങ്ങൾ പക്വമായിട്ട്, വളരെ രാമൻപിള്ളയ്ക്ക് തന്നെ പറഞ്ഞ പോലെ പക്വതയുള്ള നേതാക്കന്മാർ, പ്രവൃത്തി പരിചയമുള്ള നേതാക്കന്മാർ വരുമ്പോൾ അവർക്ക് കുറേ കൂടി കാര്യമായിട്ട് ഇന്ന കാര്യങ്ങൾ ഇന്ന സംഭവിച്ചു എന്നറിയാം. അതേ രീതിയിലേക്ക് പോകുന്നതിന് കുറേ കൂടി എനിക്ക് തോന്നുന്നു PP മുകുന്ദനും രാമൻപിള്ളയ്ക്ക് വരുമ്പോൾ അവർക്ക് അതിനുള്ളൊരു അവസരം കൊടുക്കും. വെറുതെ ഒരു പാർട്ടി മെമ്പറാക്കിയിട്ട് ഒരു മൂലയിൽ എഴുതിയിട്ട് കാര്യമില്ല. അവർക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ സാധ്യതകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കൂടി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അതേ സമയത്ത് തന്നെ
ഒരു കാര്യമുണ്ട്, ബി ജെ പിയിലുള്ള ഈ ഗ്രൂപ്പിസം എന്ന് പറയുന്നത് നമ്മളതിനെ ചുരുക്കി കണ്ടിട്ട് കാര്യമില്ല. ആ ഗ്രൂപ്പിസം ശക്തമാവാനുള്ള സാധ്യത കൂടി നമ്മൾ മുന്നിൽ കാണേണ്ടതാണ്. ശരി, ശ്രീ എൻ രാധാകൃഷ്ണൻ, അവസാനമായി SNDP യോഗത്തിൻ്റെ കാര്യത്തിൽ അവർ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നു. അത് കഴിയാവുന്നത്രയായി. ഇനിയിപ്പോൾ NSS ആണ് എന്തെങ്കിലും ഒരു അനുകൂല സമീപനം സ്വീകരിക്കേണ്ടത്. അതിൽ PP മുകുന്ദൻ ഒരു ഇൻ്റർലൊക്യൂട്ടർ ആകും എന്ന പ്രതീക്ഷയിലാണോ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നത്? അല്ല, ഇപ്പോൾ കേരളത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി സമുദായ സംഘടനകളുണ്ട്. 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം ഒക്കെ ആളുകളുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഈ ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ അസംതൃപ്തരാണ്. അവർ പല ആളുകളും ഞങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അവരൊന്നും കൊച്ചായി കാണാൻ പറ്റില്ല. കാരണം കേരളത്തിൽ പ്രാദേശികമായ ചില സമുദായ 2 ലക്ഷം പേരുണ്ട്, 4 ലക്ഷം ഉള്ള ആളുകളുണ്ട്. അങ്ങനെ വിവിധങ്ങളായ, പ്രത്യേകിച്ച് നമ്മുടെ കുലത്തൊഴിലുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറുതും വലുതുമായ സമൂഹമുണ്ട്. അത് കേരളത്തിലെ ഏതാണ്ട് 10-15% വരും. ആ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, അവരുടെ ഒരു നിലപാടുണ്ടല്ലോ, അവരുടെ ഈ നിലപാടാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ശക്തി. അവർ ഞങ്ങളോടൊപ്പം വരും. കാരണം അവരുടെ നേതാവ് ഇപ്പം മോഡിയാണ്. കാരണം പാവപ്പെട്ട മുഴുവൻ ആളുകൾ ഷിഫ്റ്റ് ചെയ്യാണ്, CPM നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് നേരെ BJPയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. അതിന് ചിലപ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങളുടെ അകത്തിരിക്കുമ്പോൾ കാണാതെ പോകുന്നതായിരിക്കും. അത് താഴെ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ വലിയ കാരണം ഇത്രയധികം ചെയ്തിട്ടുള്ളൊരു സർക്കാർ, പാവപ്പെട്ടതിന് വേണ്ടി ചെയ്തിട്ടുള്ളൊരു സർക്കാർ അവിടെ നിൽക്കും. ഇപ്പോൾ തെങ്ങേറ്റ തൊഴിലാളി അവൻ്റെ വീട്ടിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ ഒരു മാസം 1 രൂപ കൊടുക്കാതെ ഇൻഷുറൻസ് കൊടുക്കാൻ 2 ലക്ഷം രൂപയുടെ അല്ല, എന്തായാലും പണ്ട് അവൻ നോക്കാനാളില്ല. ഈ ഒക്ടോബറിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇനി ഇപ്പോൾ വലിയ മാറ്റമല്ലേ. കാരണം ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ പല സ്ഥലങ്ങളിലും, നിങ്ങൾ ഗ്രാമങ്ങളിൽ പോയി നോക്കാൻ മനസ്സിലാവും, EMSന്റെ ഫോട്ടോ മാറ്റി മോഡിയുടെ ഫോട്ടോ ആണ്. നമുക്ക് മെയ് മാസത്തിൽ അറിയാമല്ലോ. എല്ലാ ആശംസകളും പ്രതീക്ഷകൾ കാത്തു സൂക്ഷിക്കുക. വളരെ നന്ദി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. Flexi Electronics and Home Appliances. Flexi, life easy. JNUവിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഭീകരവാദ ബന്ധമെന്ന് രാജ്നാഥ് സിംഗ്. ദേശവിരുദ്ധർക്കെതിരെ വിട്ടുവീഴ്ചയില്ല. രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം. രാജ്നാഥ് സിംഗ് സംസാരിക്കുന്നത് വ്യാജ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയെന്ന് സീതാറാം യെച്ചൂരി. ദില്ലിയിൽ CPIM ആസ്ഥാനമായ AKG ഭവൻ ആക്രമിച്ചു. ABVPയുടെ പേരിൽ പോസ്റ്റർ പതിച്ചു. മലയാളത്തിന്റെ കാവ്യകുലപതിക്ക് നാടിന്റെ പ്രണാമം. VJT ഹാളിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളെത്തി. സംസ്കാരം നാളെ ശാന്തി കവാടത്തിൽ. മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. പ്രമുഖ ഛായാഗ്രാഹകൻ ആനന്ദക്കുട്ടൻ അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. PP മുകുന്ദനെയും K രാമൻപിള്ളയെയും സ്വാഗതം ചെയ്ത് കുമ്മനം രാജശേഖരൻ. പാർട്ടിയിലേക്ക് മടങ്ങിയെത്തണമെന്നാവശ്യപ്പെട്ടു. നിലപാട് സ്വാഗതാർഹമെന്ന് PP മുകുന്ദൻ. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അടുത്ത മാസം. കതിരൂർ മനോജ് വധക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന P ജയരാജനെ നാളെ പരിയാരത്ത് നിന്ന് കോഴിക്കോടേക്ക് മാറ്റും. ആശുപത്രി മാറ്റം വൈകിയത് വേണ്ടത്ര കാർഡിയോളജി ഡോക്ടർമാരില്ലാത്തതിനെ തുടർന്ന്. ആരോഗ്യനില തൃപ്തികരം. ചികിത്സ തുടരണമെന്ന് ഡോക്ടർമാർ. അണ്ടർ-19 ലോകകപ്പ് കിരീടം വെസ്റ്റ് ഇൻഡീസിന്. 5 വിക്കറ്റിന് ഇന്ത്യയെ പരാജയപ്പെടുത്തി. കെയ്ൻ കാർത്തി മാൻ ഓഫ് ദി മാച്ച്. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവും. നമസ്കാരം.